ആണുങ്ങളോട് ചോദിച്ച ആണുങ്ങൾ പറയും, ഉസ്താദേ എന്ത് വേണമെങ്കിലും സഹിക്കാം, ഓളെ നാവ് സഹിക്കാൻ കഴിയില്ല ഉസ്താദേ, അങ്ങനത്തെ നാവ് ഡേഞ്ചർ പിടിച്ച നാവാണ്, തുടങ്ങിയെങ്കിൽ സ്വിച്ചിട്ട പോലെ എന്ത് പറയുന്നേന്നില്ല ഉസ്താദ്. ഉമ്മ, നിന്റെ ഭർത്താവിനെ സങ്കടപ്പെടുത്തുന്ന രോക്ക് പറഞ്ഞിട്ട് നീ എത്ര ദിക്റുകൾ ചൊല്ലിയോ, ഉംറ ചെയ്തുവോ, സദഖ ചെയ്തുവോ, കാര്യമില്ല. നല്ല സോഫ്റ്റായ വാക്ക് പറയണോ? ആണുങ്ങളോടൊന്ന് പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല മയമുള്ള വാക്ക് പറയണേ. കുറച്ചു നേരം ഒന്ന് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് പോയിട്ട് സുഖവിവരങ്ങൾ ചോദിച്ചിട്ട്, ഇതൊക്കെ ചോദിക്കണം. പെണ്ണിന്റെ മനസ്സ് ലോലമാണ്, അവരുടെ മനസ്സ് ലോലമാണ്, അവർക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതാരോട് പറയാനാണ്? അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ പോകുമ്പോ നമ്പർ എഴുതി കണ്ടു, നമ്പർ സേവ് ചെയ്തു, ഒരു മിസ് കോൾ അടിച്ചു, ഒരു ഹായ് അടിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം അത് മുറിക്കാൻ കഴിയാത്ത ബന്ധമായി. ഓട്ടോറിക്ഷക്കാരന്റെ പണമല്ല, അവന്റെ സൗന്ദര്യമല്ല, അവനിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? അവന്റെ വാക്കുകളാണ്. നല്ലൊരു സൗമ്യമാർന്ന വാക്കുകൾ. നൂറുകണക്കിന് പെൺകുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനികൾ എല്ലാവരും പറയുന്നത്, എന്റെ ഉമ്മാക്ക് സ്നേഹമില്ല, എന്റെ ഉപ്പാക്ക് സ്നേഹമില്ല എന്ന് പറയുന്നു. കാരണം എന്താണെന്നറിയോ? സ്നേഹത്തിന്റെ വാക്കുകൾ പറയാറില്ല. പൊന്നുമോളോട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, മോളെ, പാപ്പാക്ക് നിന്നെ ഇഷ്ടമാണ്, എല്ലാത്തിനേക്കാളും അള്ളാനെയും റസൂലിനെയും കഴിച്ചാ മോളെ, എനിക്ക് മോളോട് ഇഷ്ടമാണ്, മോനോട് ഇഷ്ടമാണ്. ഇത് പറയാതെ പോകല്ല. അതുപോലെ ഭാര്യയോട് പറയണം, പെണ്ണേ, ഞാൻ ചിലപ്പോ ദേഷ്യം പിടിക്കും, എന്തെങ്കിലും പറയും, പക്ഷേ നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ട്. മിഞ്ഞാന്ന് പറഞ്ഞ വയറുവേദന മാറിയിട്ടുണ്ടാ, തലവേദന കുറവുണ്ടാ എന്നൊക്കെ ഇടക്കിടക്കൊന്ന് ചോദിക്കണം. എപ്പോ ചോദിച്ചാലും കളവാവേല. തലവേദന സുഖായാന്ന് ചോദിച്ചെങ്കിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ എപ്പോഴും തലവേദന അല്ലേ? എല്ലാരും പെണ്ണുങ്ങൾക്കും തലവേദന ഉണ്ടാകും. തലവേദന കുറവുണ്ടാ എന്നെങ്ങനെ ചോദിക്കണം. അല്ലെങ്കിൽ ചില വിഷയങ്ങളെല്ലാം അവർ പറയുന്ന വലിയ ആന കുതിരന്തിരിക്കല പറയല്, ചെറിയ വിഷയം. എന്തില്ല, കുളിക്കാൻ പോയിട്ട് വരുമ്പോ പല്ലി വീണ വിഷയം. ഇതാ നിങ്ങൾക്ക് ഒരു വിഷയം അറിയുവാ? ഇല്ല, ഞാൻ ചെല്ലട്ടാ? ആ ചെല്ല. പിന്നുണ്ടല്ലേ, ഞാൻ പാട്ട് സുബൈക്ക് കുളിച്ചല്ലേ, കുളിച്ച് എന്തായി? ഇതിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് എത്തുമ്പോ ഉച്ചാവും. മാത്ര സബൂറാക്കിയിരുന്നിട്ട് കേൾക്കണത്ര വേറെ വയ്യന്തില്ല. ഏത് കേൾക്കണം, ഇരുന്ന് കേൾക്കണം. നല്ല ഭർത്താവോ, ഇതൊക്കെ ഇരുന്ന് കേൾക്കണം. ഇദ്ദേഹം വലിയ വിഷയം. ആനക്കുതിരക്ക് ഈ പല്ലിയ ഇതല്ല വലിയ വിഷയമാ. ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോ ബുള്ളറ്റ് എന്റെ കാലിന്റെ മിത്തല പോയി ഞാൻ പിന്നെ ചെല്ല. ആണുങ്ങൾക്ക് അത് വിഷയമല്ല, പെണ്ണുങ്ങൾക്ക്. ഇത് നിങ്ങൾ ഉസ്താദിനോട് ഫോണാക്കിട്ട് കേക്കി പല്ലി മേക്ക് വീണങ്ങ് മരിക്കുന്ന അലോക്ക. പല്ലി മേക്ക് വീണിട്ട് മരിക്കുന്നെങ്കിൽ നമ്മളെല്ലാം അഡ്രസ് ഇരിക്കല. എപ്പോഴെ എത്ര പല്ലി അപ്പൊ മേക്ക് വീണ 1-2 മിനിറ്റ് ഇതല്ല പറയുമ്പോ ഞമ്മ എന്താക്കണോ? വല്ല ഫോൺ എടുത്തോണ്ട് വരും ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദോട് കേട്ടിട്ടാ പറയണം. അവരുടെ ആഗ്രഹമാണ് ഇത് പറയാൻ. പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സ് അങ്ങനെയാ, ഓർക്കിത് പറയണം. മംഗലത്തിന് പോയിട്ട് വന്നിട്ട് അവൻ ഞമ്മ ചോദിക്കണം എങ്ങനെയായി എന്ന് കേൾക്കണം. കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ മൂടവർത്തിരുന്നിനെ ഞാൻ മംഗലത്തിന് പോയത് നിങ്ങൾക്ക് ആയിട്ടില്ലാന്തോ അല്ലേ? ഇതെന്തോ അല്ല, ഞമ്മ കേട്ടിട്ടില്ല. പോയിട്ട് എന്തായി, ചോറെന്തായി, ചാറെന്തായി, എന്നിട്ട് ഷാവിന്റെ ചോറ്. ഞങ്ങൾക്ക് എപ്പോ പോയെങ്കോ അങ്ങനെ. ബിരിയാണിയിൽ പീസില്ല, കബാബ് കൗത്തിന്റെ കണ്ട മണ്ണിട്ട് മുണ്ടാൻ. എപ്പോ പോയെങ്കോ ഞങ്ങൾക്ക് കൗത്തിന്റെ കണ്ട തന്നെ കിട്ടുന്നത്. പിന്നെ ഇങ്ങനെ തിന്നാൻ ആശാക്കിട്ട് പോയങ്ങനെ കൗത്തിന്റെ കണ്ടല്ലാതെ വേറെ എന്ത് കിട്ടാൻ? ഇതെല്ലാം ചോദിക്കണം. ഭർത്താവായവൻ ചോദിക്കണം. അതാണ് പെണ്ണിന്റെ മനസ്സ്. പെണ്ണിനോടെല്ലാം ചോദിക്കണം. പെണ്ണുങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരച്ചോണ്ട് പോന്നെ നമ്മളെ. നിങ്ങൾക്ക് എന്റെ കണ്ണ് പൊട്ടീനാന്ന് കേൾക്കുന്നതല്ല, ഇത് വരക്കുന്ന ഡ്രസ്സ് എന്തായി നീന്ന് കേൾക്കുന്നു, അതാണ് വരക്കുന്നു. ചോറെല്ലാക്കിയിട്ട് ആടന്നെ നിന്നിട്ട് നോയിക്കൊണ്ടിരിക്കുന്നു പെണ്ണുങ്ങൾ വയ്ക്കുമ്പോ. എന്തിന് നീ നിന്റെ ഭായി നോക്കുന്ന പോയെടുന്ന് പറഞ്ഞിട്ട് ഭായിക്കങ്ങാല ഭാര്യാനെ ഇതാരാക്കിനെ?
ഭയങ്കര ടേസ്റ്റ്. എന്ത് പുതിയ യൂട്യൂബ് നോക്കിട്ടാക്കിയതാ, ഭയങ്കര നിന്റെ തന്നെ അറിയാ. നല്ല ഇടക്കിടക്കല്ല കേൾക്കണം, ബണ്ണെങ്കിലും കേൾക്കണം. പണ്ടത്തെ അതേ പുളി അതേ ഉപ്പ് എപ്പ നോക്കി ചപ്പ കറി ആയെന്നാക്കണോ. കുറച്ച് നല്ലത് ചെലുത്താമ പിറ്റന്ന ഓർക്ക് കുറച്ച് കൊമ്പ് വരുന്നു. പെണ്ണുങ്ങൾക്ക് കാറ്റ് വേഗം പിടിക്കുന്നു. ഇന്നെ പോയിട്ട് കാറ്റിട്ടെങ്കിൽ നാളെ ചട്ടത്തിൽ കിട്ടും. നാളെ പോണോ സബുറാക്കി അർജന്റാക്കണ്ട. മെല്ലെ തിന്നെങ്കിലും ഉള്ളും തിന്നാന്നല്ല, മെല്ലെ മെല്ലെ മെല്ലെ. ഇപ്പൊ അത് മറക്ക് നീമ്പയോ പെണ്ണുങ്ങൾക്ക്. ബേജാറാ നീമ്പിയോ, മറക്ക് നീമ്പയോ, കുറവാ നീമ്പയോ, എല്ലാം വേയോ, എല്ലാം മറക്കുന്നില്ലാവാ. പണ്ട് 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 പണ്ടൊരിക്കും എന്തെങ്കിലും ചെല്ലിയതല്ല ഓർക്ക് ഓർമ്മയിരിക്കുന്നത്. എന്നെ വെച്ചിട്ട് ചെന്ന് മെരിക്കോളെ ചെന്ന് പണ്ട് നിങ്ങൾ ചെല്ലിയിട്ടില്ലേ എന്നെ ഉമ്മാമാനാണ് കാണുന്നത്, ഞാൻ മറക്കുവോ മെരിക്കോളെ മറക്കല്ല അത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ചിലതെല്ലാം ഓർമ്മയുണ്ടാകുന്നു. ഏത് എന്റെ ഉപ്പാക്ക് എന്റെ കാലക്കെട്ടിന് എന്നെ ഈ കുണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആരോ വെച്ച സാപ്പം എല്ലാം പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ടാണ് ഗിരി നമ്മ കേൾക്കാത്ത പോലെ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇത് ചൊല്ലിക്കൊണ്ട് നടക്കുക. അതിനെല്ലാം റിപ്ലൈ ആക്കുമ്പോഴെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ചോറും സാമ്പാറും അതും അടക്കം ഇല്ലാതായി പോകും. അല്ലാഹു കാക്കട്ടെ. അപ്പൊ എന്താക്കണോ, പെണ്ണുങ്ങളെ വിഷയത്തിലെല്ലാം റസൂലുള്ള പറഞ്ഞില്ലേ നിഅമൽ ലുദുമോ, എന്തൊരു നല്ല കൂട്ടാനാണ് സുർക്ക. കൂട്ടാൻ സുർക്കയല്ലാതെ സിർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല നബിയേ. റസൂലുള്ള ചോദിച്ചില്ല എന്ത് എപ്പോൾ ഇതന്നെയാ, ഇതെന്ത് പാട്ട് സാമ്പാർ പാട്ട് പറഞ്ഞില്ല. എന്തൊരു നല്ല കൂട്ടാനാണ് സിർക്ക വിനീഗർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ CBI-നെ പോലെ മുണ്ടാൻ പാടില്ല, SI-നെ പോലെ മുണ്ടാൻ പാടില്ല, പോലീസുകാരനെ പോലെ മുണ്ടാൻ പാടില്ല. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങനെ എത്ര വലിയ കുതിര പ്രസിഡന്റ് കത്തീബ തങ്ങയ ഔലിയാന്റെ ഉപ്പ ഔലിയ എന്തായിട്ടും അയ്മാന്റെ അടുത്തേക്ക് എത്തിട്ട് കൊണോണ്ട എന്ത് വലിയ ആളായാലും കാക്കരച്ചിട്ട് തുപ്പുന്നല്ലാതെ. പണ്ടൊരു ഔലിയ കറാമത്ത് കാണിക്കാൻ വേണ്ടി ഒരു വലിയ എന്താക്കി വലിയ ഞാനിപ്പോ അത്ഭുതം കാണിക്കുന്നത്, ഞാനിവിടെ ഇരിക്കുന്നു, നീ നോക്കൂ. ഒരാള് ഭർത്താവ് ഇരുന്നിട്ടുണ്ട്, അതേപോലത്തെ ഒരു ഭർത്താവ് ഇതെല്ലാം പാറിയിട്ട് പോയിട്ട് വന്നിട്ട് സുർക്ക ഇരുന്നിട്ട് ഇയാളെ പോലെ ആ രണ്ടാളുണ്ടത് ഇല്ലാതായിട്ട് ഒരാളായിട്ട് മാറി. എങ്ങനെ ഉണ്ട് തലൈമാട്, എങ്ങനെ ഉണ്ടു നിങ്ങ ഉടനെ ഉണ്ട്, അത് പാറിയത് വേറെ ആളല്ലേ. എങ്ങനെ ഏത് ഇയാളെ എണിച്ചിനാ ഇയാള് പോലത്തെ ഒരാളായിട്ട് പോയിട്ട് പാറിയിട്ട് വന്നിട്ട് ഇല്ലാതെ വൈമ കേൾക്കുന്നതിന്റെ നിങ്ങ ഉടനെ ഇല്ലേ, അത് പാറിന്റെ വേറെ ആളല്ലേ. ഇനിയിപ്പോ എണിച്ചിട്ട് പാറിയെങ്കിലും ഓർക്ക് വലിയ വിഷയം എന്താന്നില്ല. ഭർത്താക്കന്മാർ അത് തങ്ങന്മാരാവട്ടെ ഉസ്താദന്മാരാവട്ടെ ഓറ പേരിന്റെ വിഷയം ചോദിച്ചറിയുമ്പോഴാണ് ഓർ ഞമ്മളാട്ടി ബേജാറിൽ ഓറുള്ളത്. ആ അവസ്ഥയിലാണല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തലാക്കാക്കാൻ വേണ്ടി ബേജാറ് പറയാൻ വേണ്ടി വരുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആടുള്ള ചെറിയ പിണക്കം കണ്ടിട്ട് ഇയാൾ പോയി ഈനാട്ടി എന്റെ ഓളെ ആവുന്നിട്ട് സീത പോയിനാല. ഇത്ര ജോറില്ല ഇമാൻ. ഏതുമാകട്ടെ ആണുങ്ങൾ എന്ന് വേണമെന്നറിയോ, ഭാര്യമാരുടെ വിഷയങ്ങളെല്ലാം കേൾക്കണം, കേട്ടിട്ടിരിക്കണം, വണ്ണ മൂളണം. കേട്ടങ്ങ് മതിയല്ല ഇടക്കിടക്ക പിന്നെ തീർന്നിട്ട് നമ്മളും അങ്ങനെ ഹാനാക്കണ്ട, പിന്നെയും പിന്നെ അടിയിട്ടു. ഇതെല്ലാം കേട്ടിട്ട് കേൾക്കലാണ്. അവരെ കേട്ടാൽ അവർക്ക് സന്തോഷമാണ്. എല്ലാവരും കേൾക്കണം. അവർ പോയതും വന്നതും ഭിക്ഷക്കാരൻ പറഞ്ഞതും എണീച്ചതും ഡ്രസ് വാങ്ങിയതും ഇതെല്ലാം അവരോട് ചോദിച്ചറിയണം. അവർക്ക് ആനന്ദമാണ്. അത് നൽകാൻ ഒരു പെണ്ണിന്റെ ആവശ്യമറിയാൻ, ഒരു പെണ്ണിന്റെ സന്തോഷമറിയാൻ, ഒരു പെണ്ണിന്റെ ആഗ്രഹമറിയാൻ, ഒരു പെണ്ണിന്റെ ആവശ്യങ്ങൾ അറിയാ ഒരു ആണിന് സാധിച്ചില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. ഖിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ നല്ലവനാരോ ഭാര്യയുടെ അടുത്ത് നല്ലവനാരോ അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവന നിങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ച് വിഷയങ്ങൾ കൂടി പറഞ്ഞു ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഒരു ഉസ്താദ് പറഞ്ഞു 10:45 ഇടയിൽ ഇത്രയും പറയാൻ കഴിയും. ഞാൻ കുറച്ച് ശബ്ദം കുറച്ചെടുത്ത് പറഞ്ഞതാണ്. ഇത്രയും പറയാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല. രാവിലെയൊക്കെ തീരെ ശബ്ദമില്ല. അൽഹംദുലില്ലാഹ് ഇത്രയൊക്കെ ആയി. അല്ലാഹു ബർക്കത്താക്കട്ടെ. പിന്നെ ബക്കറ്റുണ്ട്, സഹായിക്കുക. സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ ആരാണ്?
എല്ലാത്തിലും നന്മയുണ്ടാകണം. പെണ്ണായി പറന്നവൾക്ക് ഒന്നാമത് വേണ്ടത് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇംറഅത്തുൻ അഫീഫത്തുൻ താഇയത്തുൻ ലില്ലാഹി വലിസൗജിഹാ, അല്ലാഹുവിനെ അനുസരിക്കുന്നവളാകണം. അല്ലാഹുവിൽ നിന്ന് വന്ന മുസീബത്തുകൾ, അവൻ തന്ന സന്തോഷങ്ങൾ, അവൻ തന്ന സൗകര്യങ്ങൾ എല്ലാം ശുക്റായി അല്ലാഹുവിന് അർപ്പിക്കുന്നവളാണവൾ. വലിസൗജിഹാ, അല്ലാഹുവിനെ അനുസരിക്കുന്ന പോലെ ഭർത്താവിനെയും അനുസരിക്കുന്നവൾ സ്വർഗക്കാരിയാ. മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തെ പെണ്ണ് ആരാന്നറിയോ? ഇംറഅത്തുൻ വലൂദുൻ വദൂദ് സാബിറത്തുൻ ഖാനിയത്തുൻ ബിൽലിസീനി മാ സൗജിഹാ. ധാരാളം പ്രസവിക്കുന്ന പെണ്ണ്. ഒന്ന് മതിയാ, രണ്ട് മതിയാ, നിർത്തുകയല്ല. ധാരാളം പ്രസവിക്കാൻ കഴിഞ്ഞിട്ട് ധാരാളം പ്രസവിക്കുക. നല്ലവണ്ണം സ്നേഹമുള്ളവൾ. ഭർത്താവിനോട് നല്ല സ്നേഹം വേണം. ഭർത്താവിനെ എവിടെയും തരം താഴ്ത്തരുത്. ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യരുത്. ഭർത്താവിനെ കുറവാക്കരുത്. ഭർത്താവിനെ കുറ്റം പറയരുത്. നല്ല സ്നേഹമുള്ളവളാ. സാബിറത്തുന്നവൾ വല്ലാത്ത ക്ഷമയുള്ളവളാ. ക്ഷമ വേണേ ഉമ്മ. രോഗം വരുമ്പോ, സങ്കടം വരുമ്പോ, മക്കൾ മരിക്കുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, വീടില്ലാതിരിക്കുമ്പോ, ഇടങ്ങേറുകൾ വരുമ്പോ, കടമാകുമ്പോ, എല്ലാത്തിലും ക്ഷമ വേണേ. തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കടോ. അന്യവരോടുള്ള ബന്ധങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അവിടെയും ഇവിടെയും എല്ലാം ഓൺലൈനായി ഓഫ്ലൈനായി ഉള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ക്ഷമയോടെ മുന്നേറുന്നവളാകണ്ടയോ. ഖാനിയത്തും ബില്ലസീറ, നല്ല കനാത്തുള്ള പെണ്ണാവണ്ടേ. ഒക്കനാവി ചെറുക്കിൽ മുസ്തഹാവൽ ഫാഖിരി ഏതാണോ വസ്ത്രം കൊള്ളേയും വീട് കൊള്ളേയും എന്തെല്ലാമാണോ അല്ലാഹു തന്നത് കൊണ്ട് നീ പൊരുത്തപ്പെട്ടവളാണോ? നാളെ മഹ്ശറയിൽ ഹിസാബില്ലാത്ത സ്വർഗോ, കിരീടം വെച്ചുകൊണ്ടുള്ള സ്വർഗോ അല്ലാഹു നിനക്ക് തരാതിരിക്കില്ല. വിഷമങ്ങൾ പറഞ്ഞ് മന്ത്രവാദിയുടെ അടുത്ത് പോകണ്ട. സങ്കടം പറയാൻ കണക്ക് വെക്കാൻ പോകണ്ട. മാട്ടമന്ത്രങ്ങളിൽ ഇടപെടാൻ പോകണ്ട. നീ ക്ഷമയോടെ മുന്നേറിയ 6 മക്കൾ ഒരൊറ്റ ദിവസം മരിച്ചിട്ട്, 6 മക്കൾ മരിച്ചിട്ട് ആ ഉപ്പാക്ക് ആ ഉമ്മാക്ക് സങ്കടമില്ലല്ലോ. അവരെന്താ പറഞ്ഞതെന്നറിയോ? ഈ 6 മക്കളും അല്ലാഹു തന്നതല്ലേ, അല്ലാഹുവിലേക്കല്ലേ അവരെല്ലാം പോയത്. അതുകൊണ്ട് സങ്കടമില്ല. ഒരൊറ്റ ദിവസത്തിൽ 6 മക്കൾ മരിച്ചു പോയിട്ടോ സങ്കടമില്ലല്ലോ. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിവുള്ളവരാകണ്ടയോ? ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടേണ്ടേ? എല്ലാത്തിലും ഉള്ളത് കൊണ്ട് വറളബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്നവരാകണം. അല്ലാഹുവേ തൗഫീഖ് നൽകണേ. മൂന്നാമത് പറഞ്ഞത് ഹയാ ഉള്ള പെണ്ണ്, ലജ്ജയുള്ള പെണ്ണ്, നാണമുള്ള പെണ്ണ്. പെണ്ണെ നാണം വേണേ. ഫോട്ടോസുകൾ എടുത്തിട്ട് സ്റ്റാറ്റസിലൂടെ ഷെയർ ചെയ്യല്ല. ഇൻസ്റ്റാഗ്രാമില് മറ്റുള്ളതിലോ വീഡിയോ കോളുകള്, നഗ്നമായ ചിത്രങ്ങള്. നാണമില്ല. കസീന്, അതും കസീന്, ഇതും കസീന്. ഈ സുഡ്ഗാഡിന്റെ കസീൻ വന്നിട്ട് അന്യറില്ലാതെ ആയിപ്പോയല്ലോ. ഫാമിലി ടൂറില്, മറ്റുള്ള ഫാമിലി യോഗങ്ങളില് അവിടെയും ഇവിടെയും നാണും പെണ്ണും കലർന്നിട്ട് തിന്മയുടെ പ്രചാരകരാകയല്ലോ. കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കുന്ന പെണ്ണ് നല്ലതല്ല. ഭർത്താവിന്റെ മുമ്പില്, അതുപോലെ ഉമ്മാന്റെ മുന്നില്, ഉപ്പാന്റെ മുന്നില് കാലിന്റെ മുകളിൽ കാലിട്ടിരിക്കൽ അതല്ല.
ഹയാ വേണേ. ലജ്ജയില്ലാത്ത പെണ്ണ് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാ. ലജ്ജയില്ലാത്തവൾക്ക് സ്വർഗമില്ല. ലജ്ജയുള്ളവർ സ്വർഗത്തിലാ. ലജ്ജയുള്ള പെണ്ണ് അവൾ സ്വർഗക്കാരിയാണ്. റമദാൻ മാസത്തിൽ പുറത്തിറങ്ങാൻ അവർക്ക് നാണമാണ്. ഹറാമുകൾ സ്കൂൾ ഡേകളുടെ മുറ്റത്ത് പോയിരുന്നിട്ട് ആസ്വദിക്കൽ അവർക്ക് ലജ്ജയാണ്. തെറ്റുകുറ്റങ്ങൾ പ്രചാരപ്പെടുത്തൽ അവർക്ക് ലജ്ജയാണ്. ബീച്ചുകളിലും മറ്റും ചുറ്റിക്കറങ്ങൽ, അന്യരോട് കൂടെയാവൽ, തെറ്റിന്റെ കൂടെയാവൽ അവർക്ക് ലജ്ജയാ. ലജ്ജയുള്ളവർ സ്വർഗത്തിലാ. നാലോ, ഭർത്താവ് മരിച്ചിട്ടോ മക്കളെ ഓർത്തിട്ട് മക്കൾ വഴിതെറ്റിമോണ് പേടിച്ചിട്ട് കല്യാണം കഴിയാതെ കാത്തിരുന്ന പെണ്ണില്ലേ, അവൾക്കും സ്വർഗമുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ സ്വർഗം കാത്തിരിക്കുന്നവരാരാ? താലിൽ ഖുർആൻ, ധാരാളം ഖുർആൻ ഓതിയവർ. നല്ലോണം ഖുർആൻ ഓതണ്ടേ ഉമ്മ. റമദാൻ മാസം വരാൻ പോകുന്നില്ലേ? ഒരു 3 ഖത്മുൽ ഖുർആൻ എങ്കിലും ഓതി തീർക്കേണ്ടവരല്ലയോ? ധാരാളം ധാരാളം ഖുർആൻ ഓതണേ ഉമ്മമാരെ. ഹാഫിദുൽ ലിസാൻ, നാവിനെ സൂക്ഷിക്കണേ. ഫിത്ന പറയല്ല, ഫസാദ് പറയല്ല, ആലിമീങ്ങളെ ചീത്ത പറയല്ല, മുതഅല്ലിമീങ്ങളെ കുറ്റപ്പെടുത്തല്ല, സയ്യിദന്മാരെ അവഹേളിക്കല്ല, ആരെയും ഒന്നും പറയണ്ട, അയൽവാസികളെ ചീത്ത വിളിക്കണ്ട, അയൽവാസികളെ ആക്രമിക്കണ്ട, സങ്കടപ്പെടുത്തുന്നൊരു വാക്ക് പറയണ്ട. ഒരാളുടെ മനസ്സിനെ ഒരു വാക്ക് കൊണ്ട് നീ ബുദ്ധിമുട്ടിച്ചാൽ, സങ്കടപ്പെടുത്തിയാൽ പകരം അല്ലാഹു നിന്നെ സങ്കടപ്പെടുത്താതിരിക്കില്ല. ഉമ്മ, അവിടത്തെ ചർച്ച, ഇവിടത്തെ ചർച്ച, അവരെ പറ്റിയുള്ള കുർപ്പാത്തുകൾ ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നാവ് സൂക്ഷിച്ചാൽ അവരെ സ്വർഗം കാത്തിരിക്കുമെന്നാണ്. പിന്നെയോ, വിശന്നവന് ഭക്ഷണം കൊടുത്തോ. ഉസ്താദന്മാർക്ക്, മുതഅല്ലിമീങ്ങൾക്ക്, മിസ്കീന്മാർക്ക്, പാവങ്ങൾക്ക് ധാരാളം നല്ല നല്ല ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ. അല്ലാഹു അതിൽ ബറക്കത്ത് ചെയ്യുമല്ലോ. സ്വർഗഭക്ഷണം കിട്ടണ്ടേ ഉമ്മ? സ്വർഗത്തിൽ എളുപ്പത്തിൽ കിടക്കാൻ ധാരാളം ഭക്ഷണം കൊടുത്തോ, വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്തോ. വീട്ടിൽ സൽക്കാരമായപ്പോ പാത്രത്തിൽ പള്ളിയിൽ കൊടുത്തയച്ചോ. വെള്ളിയാഴ്ചകൾ മുസാഫിരീങ്ങൾക്ക് വെള്ളിയാഴ്ച ഉച്ചക്ക് ഭക്ഷണം പള്ളിയിൽ കൊടുത്തയച്ചോ. സ്വലാത്തിന് വരുന്നവർക്ക്, മജ്ലിസിൽ വരുന്നവർക്ക് അതെല്ലാം ധാരാളം ഭക്ഷണം കൊടുക്കുന്നവർ അവർ സ്വർഗക്കാരാണ്. പിന്നെയോ, ഇഖ്ലാസോടെ റമളാൻ കൈകാര്യം ചെയ്ത് നല്ലവണ്ണം നോമ്പെടുക്കുന്നവരാരോ അവർക്കും സ്വർഗമുണ്ട്. സൂറത്തു നബയിൽ യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. സ്വഹാബി ചോദിക്കുക, നബിയേ, അവരെങ്ങനെയാ കൂട്ടം കൂട്ടമായിട്ട് വരിക? 10-12ഓളം വിഭാഗം പറഞ്ഞു. സമയമില്ല, ചുരുക്കുകയാ. ഒരു 4 വിഭാഗം പറയാലോ. കൈകാലുകൾ മുറിക്കപ്പെട്ടവരായിട്ട് മഹ്ശറയുടെ മുറ്റത്ത് വരുന്നൊരു കൂട്ടര്. കൈകാലുകളില്ല, അവർക്ക് കൈയില്ല, കാലില്ല. അപ്പോൾ വിളിച്ചു പറയപ്പെടുകയാ, ഇത് അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവരാ, അയൽവാസികളെ കരയിച്ചവരാ, അയൽവാസിയുടെ പൊതു മുടക്കിയവരാ, അയൽവാസിയുടെ റോഡ് മുടക്കിയവരാ, അയൽവാസിക്കെതിരെ കമ്പൗണ്ട് കെട്ടിയവരാ, അയൽവാസികളെ പറ്റി വിത്ര പറഞ്ഞവരാ. രണ്ടാമത്തെ വിഭാഗമാരാന്നറിയോ? പന്നികളുടെ കോലത്തിലായ മനുഷ്യ കൂട്ടരാണ്. പന്നികളെ പോലെയുള്ള മനുഷ്യ കൂട്ടരാണ്. അവർ വരുമ്പോ വിളിച്ചു പറയപ്പെടുകയാണ്, ഇത് നിസ്കാരത്തിൽ അശ്രദ്ധ കാണിച്ചവരാ, നിസ്കാരത്തിന്റെ വിഷയം ഓർമ്മയില്ലാത്തവരാ, നിസ്കാരം ഖളാക്കിയവരാ. നാളെ മഹ്ശറയിൽ വരുമ്പോ പന്നികളായി വരുമെന്നല്ലയോ
മൂന്നാമത്തേത് കുഷ്ഠരോഗം പിടിച്ചവർ, വെള്ളപ്പാണ്ട് പിടിച്ചവർ, അവിടെയും ഇവിടെയും പുണ്ണുകളായി ചീഞ്ഞു നാറുന്നവർ, അവരാരാന്നറിയോ? അവർ മഹ്ശറയിലേക്ക് വരുമ്പോ വിളിച്ചു പറയപ്പെടുകയാണ്, ഇതുമ്മാനെ ബുദ്ധിമുട്ടിച്ചവരാ, ഇതുപ്പാനെ കരയിച്ചവരാ. അവർ മഹ്ശറയിൽ വരുമ്പോ ഈ ഒരു കോലത്തിലാ വരിക. അതുപോലെ നാലാമത്തെ വിഭാഗം തലകുത്തിയിട്ട് പാമ്പുകൾ തേളുകളോടുകൂടെ വയറു നിറക്കപ്പെട്ടവരായി വരുന്നവരാരാന്നറിയോ? വ്യഭിചാരം നടത്തിയിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയവരില്ലേ, അവരാണ് തലകുത്തിയിട്ട് വരുന്നവർ. ഇതെല്ലാം മഹ്ശറയിൽ പറഞ്ഞ് പരസ്യപ്പെടുത്തുമ്പോ മറ്റൊരു ഭാഗം 14-ാം രാവിലെ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമായി നേരെ വന്ന സിറാത്ത് വിട്ടുകടന്ന് സ്വർഗത്തിലേക്ക് പോകുന്നവരാരാ? അവർ സ്വാലിഹീങ്ങളായ ആണുങ്ങളും പെണ്ണുങ്ങളുമാ. നല്ല ആണുങ്ങളും നല്ല പെണ്ണുങ്ങളും പ്രകാശപൂരിതമായ മുഖത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരാ. മുത്തുമുഅ്മിനീങ്ങളെ, ഒരു ചരിത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഒരു രാജാവിന് റൗദിൽ പറയുന്ന സംഭവമാണ്. ഒരു രാജാവിന്റെ സൗന്ദര്യമാർന്നൊരു പെണ്ണുമകൾ. പല രാജാക്കന്മാരും അന്വേഷണം നടത്തി എന്തിനാന്നറിയോ? അവളെ ഒന്ന് കെട്ടാൻ, രാജാവിന്റെ സൗന്ദര്യവതിയായ പൊന്നുമോളെ ഒന്ന് കെട്ടാൻ മകള് സമ്മതിക്കുന്നില്ല. മകള് പറയുന്നു, വേണ്ട വേണ്ട. വെള്ളാട്ടിയായ ജോലിക്കാരിയായ പെണ്ണിനോട് പറയാ, പെണ്ണേ, പാവപ്പെട്ടവനായ മിസ്കീനായ അല്ലാഹനെ ഭയക്കുന്ന ഒരു പുതിയാപ്പിള എനിക്ക് നീ എവിടെ നിന്നെങ്കിലും കൊണ്ടുവരുമോ? വെള്ളാട്ടിയായവൾ നാട് നീളെ നോക്കുമ്പോ ഒരു ചറ്റക്കൂട്ടിലുണ്ടൊരാള്, നിസ്കരിക്കുന്നവരാള്, ദിക്റുകൾ ചൊല്ലുന്നവരാള്, ഇഖ്ലാസോടെ എല്ലാം കണ്ടപ്പോ ആ മിസ്കീനായ പാവപ്പെട്ടവനായ ചെറുപ്പക്കാരനോട് അവർ ചോദിക്കുകയാണ്, ആ കുടുംബത്തോട് ചോദിക്കുകയാ, രാജാവിന്റെ മകളെ കെട്ടാൻ തയ്യാറോ? അദ്ദേഹം ഞെട്ടി വീണു. രാജാവിന്റെ മോളെ കെട്ടാനോ? എത്രയോ രാജകുമാരന്മാർ കാത്തിരുന്ന സൗന്ദര്യവതിയായ കോടീശ്വരിയായ ഈ പെണ്ണിനെ കെട്ടാനോ? ഇത് സാധ്യമല്ലല്ലോ, ഊഹിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതെങ്ങനെയാ സാധിക്കുക? അവര് പറഞ്ഞ നേരമില്ലേ? അവര് പറഞ്ഞത് ഞാൻ തയ്യാറ്, പോകാലോ. ആ കുടുംബത്തെ ഒന്നടങ്കം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാ. എന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാ. രാജാവോട് പൊന്നുമോള് പറയാണ്, ഉപ്പാ, എനിക്ക് രാജകുമാരന്മാര് വേണ്ട, എനിക്ക് കോടീശ്വരന്മാര് വേണ്ട, എനിക്ക് അല്ലാഹുവിനെ ഭയക്കുന്ന ഒരാള്, ഒരു മിസ്കീനായ മനുഷ്യൻ ഇവിടെ ആ കുടുംബസമേതം വന്നിട്ടുണ്ട്, അവന് കെട്ടിച്ചു കൊടുക്കണേ. പൊന്നുമോളുടെ ദീനീ നിഷ്ഠ കണ്ട് ഉപ്പ പറയുന്നു, എന്നാ സമ്മതോ? ആ പൊന്നുമോള് മിസ്കീനായ മനുഷ്യന് കെട്ടിച്ചു കൊടുക്കുകയാ. ആ മനുഷ്യൻ ചോദിക്കുക, അല്ല പെണ്ണേ, എനിക്ക് വലിയ പടൂറ്റം വീടുകളില്ല, എന്റെ വീട്ടിൽ സുഖ സൗകര്യങ്ങളില്ല, എന്റെ വീട്ടിൽ ആർഭാടങ്ങളില്ല, എന്റെ വീട്ടിൽ വിവിധങ്ങളാകുന്ന ഭക്ഷണങ്ങളില്ല, എന്റെ വീട്ടിൽ ഒരുപാട് അനുഗ്രഹങ്ങളില്ല, ഒരു ചറ്റക്കൂട്ടില്ല, ദിവസക്കൂലിക്ക് അധ്വാനിക്കുന്നവനാ, ഓരോ ദിവസം പണിയെടുത്ത് ജീവിക്കുന്നവനാ, നിനക്ക് പറ്റുമോ പൊന്നുമോളെ? അവൾ പറയാ, എനിക്ക് കൊട്ടാരം വേണ്ട, എനിക്ക് സുഖാഡംബരം വേണ്ട, എനിക്ക് അല്ലാഹുവിനെ ഇബാദത്തെടുക്കാൻ സൗകര്യമാകുന്നൊരു കൂട്ടുകാരൻ, അങ്ങനൊരു ഭർത്താവാ വേണ്ടത്, എനിക്കത് പ്രശ്നമല്ല.
നിങ്ങൾ താമസിക്കുന്നിടത്തേക്ക് ഞാൻ വരുന്നു. എനിക്ക് കൊട്ടാര ജീവിതം ഇഷ്ടമല്ല, എനിക്ക് ഈ സുഖാഡംബരം ഇഷ്ടമല്ല, ഞാൻ അങ്ങയുടെ കൂടെ കഴിയുകയാ. അങ്ങനെ രാജാവിന്റെ പൊന്നുമോളായ കോടീശ്വരി അവിടെ വന്ന് താമസമുറപ്പിക്കുകയാ. ഏതൊരു വീടാന്നറിയോ? ചെറ്റക്കൂടാകുന്ന മഴകൾ വന്നാൽ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുന്ന വീട്, പട്ടിണി കിടക്കേണ്ട വീട്, എന്തെങ്കിലും അധ്വാനിച്ച് കിട്ടിയാ കഴിക്കുന്ന വീട്, അല്ലാതെ പട്ടിണിയോടെ കിടന്നുറങ്ങുന്ന വീട്. ആ വീട്ടിലേക്ക് വന്നു. ഭർത്താവ് എപ്പോഴും ജോലിക്ക് പോകാൻ തുടങ്ങി. അധികവും നോമ്പ് തുറക്കാൻ വല്ലതും വാങ്ങി വരൂ. ഒരു ദിവസം അങ്ങനെ വരാൻ നോക്കുമ്പോ പണികളൊന്നുമില്ല, നോമ്പ് തുറക്കാനൊന്നുമില്ല. ഭർത്താവിന് സങ്കടമായി. ഇത്ര വലിയ രാജാവിന്റെ പൊന്നുമോള്, കൊട്ടാരത്തിൽ പല വക ഭക്ഷണങ്ങൾ കഴിച്ച പൊന്നുമോള് അവളെ പട്ടിണിയാക്കുകയോ? വൈകുന്നേരമാകുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കുകയാ, അല്ലാഹുവേ, അല്ലാഹുമ്മ ർസുഖ്നി റിസ്ഖൻ മിൻ ലദുൻക ഫഇന്നക ഖൈറുർ റാസിഖീൻ. യാ അല്ലാഹ്, ഇന്നുവരെ നിന്നോട് ഞാൻ ദുനിയാവിലെ ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ എന്റെ ഭാര്യക്ക് സന്തോഷത്തിനായിട്ട് നിന്റെ വക്കലിൽ നിന്ന് വല്ലതും തരണേ അല്ലാ. ചോദിച്ച് കൈ ചാട്ടിയിട്ടില്ല. അപ്പോഴാ ഒരു വലിയ മുത്തുരത്നം വന്നിട്ട് അവരുടെ കൈകളിലേക്ക് വീഴുകയാ. ആ രത്നം വന്ന് വീണുകയാ. അത് നേരെ എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഭാര്യക്ക് കാണിച്ചു കൊടുക്കുകയാ. ഇതിന്റെ തിളക്കം കണ്ടിട്ട് ഭാര്യ ചോദിച്ചു, അല്ല മനുഷ്യ, ഇതെവിടെ നിന്ന് കിട്ടിയടാ? നമ്മുടെ ഉപ്പാന്റെ അടുത്തും ഇത്രയും തിളക്കമുള്ള മുത്തില്ലല്ലോ, ഇതെവിടെ നിന്ന് കിട്ടിയതാണ് ചോദിക്കുമ്പോ ഭർത്താവ് പറയാ, ഒന്നും ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ല പെണ്ണ്, നോമ്പ് തുറക്കാൻ വാങ്ങാനൊന്നുമില്ലായിരുന്നു. ഞാൻ അല്ലാഹുവിനോട് അല്ലാഹുമ്മ ർസുഖ്നി റിസ്ഖൻ മിൻ ലദുൻക ഫഇന്നക ഖൈറുർ റാസിഖീൻ. ഇത് ചോദിച്ച പാടെ അല്ലാഹുവിന്റെ വാനലോകത്ത് നിന്ന് ഇറങ്ങിയ മുത്താ. പെണ്ണ് പറഞ്ഞു, വേണ്ട വേണ്ട, വലമതിക്കാത്ത ഈ മുത്ത് നമുക്ക് വേണ്ട. എവിടെയാണോ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടിയത്, പട്ടിണി കിടക്കാം, പക്ഷേ എവിടെ നിന്നാണ് ഈ മുത്ത് കിട്ടിയത് അവിടേക്ക് നിങ്ങൾ പോകണോ, പോയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണോ, റബ്ബേ ഇത് ദുനിയാവിലേക്ക് വേണ്ടി ഞങ്ങൾക്ക് നീ തന്നതാണെങ്കിൽ അല്ലാഹ് ഫബാരിക് ലനാ ഫീഹി, ഇതിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് കൊണ്ട് അല്ലാഹ്. ഇനിയോ ഇത് ആഖിറത്തിൽ ഞങ്ങൾക്ക് തരാൻ വെച്ചതാണെങ്കിൽ, ഇത് സ്വർഗത്തിൽ ഞങ്ങൾക്ക് തരാൻ വെച്ചതാണെങ്കിൽ ഫർഫഹു, ഇതിനെ ഉയർത്തണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു കൊടുക്കുകയാ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? രാജാവിന്റെ പൊന്നുമോളാ. അങ്ങനെ ദുആ ചെയ്തപ്പോ ഈ മുത്ത് കൊണ്ടുപോയി ആ സ്ഥലത്ത് വെച്ച് അയാൾ ഇതുപോലെ ദുആ ചെയ്തു, അല്ലാഹ് ഇത് സ്വർഗത്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഇതിനെ നീ തിരിച്ചെടുക്കുക അല്ലാഹ്. ഇത് ദുനിയാവിൽ തരാൻ വെച്ചിട്ടുള്ളതായിരുന്നുവെങ്കിൽ ഇതിൽ ബറക്കത്ത് താ അല്ലാഹ്. പറയേണ്ട താമസോ ഫറുഫിയത്തുൽ ഉലുആ. കണ്ടോ, ആ വസ്തുത ഉയർത്തപ്പെടുകയാ. അല്ലാഹു കൊടുത്തത് കൊണ്ട് പൊരുത്തപ്പെടുന്നവർക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കാൻ വെച്ച മുത്തുരത്നങ്ങൾ. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു തന്നത് കൊണ്ട് പൊരുത്തപ്പെട്ടവരായിട്ട് നല്ലവരായിട്ട് ജീവിച്ചിട്ട് ഈമാനോടെ മരിക്കണ്ടേ, നമുക്ക് സ്വർഗത്തിൽ കിടക്കണ്ടേ, നമുക്ക് സ്വർഗത്തിൽ പോകണ്ടേ, ഖാലിഖായ റബ്ബിനെ കാണണ്ടയോ, അല്ലാഹുവിനെ കണ്ട് ആസ്വദിക്കണ്ടയോ. നിർത്തുകയാണ്. സ്വർഗത്തിൽ പോകാനുള്ള ചില വിഷയങ്ങൾ പറയുകയാണ്. ഒന്ന്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം.
തഖ്വയുണ്ടാകണം, നല്ലോണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യവും പരസ്യവും നന്നാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 നീണ്ട സുജൂദ് നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിൽ നീണ്ട സുജൂദ്, ഒരുപാട് നേരം സുജൂദ് ചെയ്താൽ പെട്ടെന്ന് സ്വർഗത്തിൽ പോകാം. 3 എല്ലാ ദിവസവും 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർ അന്ന് ഓതിയ ദിവസം മരിച്ചാൽ അവർ സ്വർഗത്തിലാണ്. ഒരു 100 ഖുൽ ഹുവല്ലാഹു അഹദ് എപ്പോഴും ഓതാൻ താല്പര്യമുള്ളവർ ഒന്ന് കൈപൊക്കുക. താല്പര്യമുള്ളവർ അൽഹംദുലില്ലാ, അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 3 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയത്. കൈയൊക്കെ പൊക്കി ഓതാൻ മനസ്സ് മാത്രം ഉണ്ടായാൽ പോരാ, ഓതാൻ വേണ്ടി അധ്വാനിക്കുക. 100 ആകുന്നില്ലെങ്കിൽ ആയത്രെങ്കിലും ഓതുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 തഹജ്ജുദ് നിസ്കാരം. 4 ളുഹാ നിസ്കാരം സ്വർഗ്ഗത്തിലേക്കുള്ള എളുപ്പവഴികളാണ്. 5 ക്ഷമ.